നമസ്കാരം, ഞാൻ ലക്ഷ്മികാന്ത്. ഭാരതത്തിന്റെ പൈതൃകത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ആദരണീയരായിട്ടുള്ള അഘോരി സന്യാസിമാരെ കുറിച്ച് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് ഒന്ന് കേട്ടു നോക്കൂ. അതൊരു തെരഞ്ഞെടുപ്പ് കേസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് അഘോരികൾ അവരുടെ മതപരമായ ചടങ്ങുകൾ പങ്കെടുക്കുന്നതിന് ആരും എതിരില്ല. അവർക്ക് ചില സംരക്ഷണങ്ങളുണ്ട്. അഘോരികൾക്ക് ആ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ അവരുടെ കാര്യങ്ങളിൽ പൂജയ്ക്കോ അവർ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണത്തിൻ്റെ പ്രവർത്തനം നടത്തുന്നതിന് പങ്കെടുക്കുന്നതിന് തെറ്റില്ല. പക്ഷേ മതം രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പാടില്ലെന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ പറഞ്ഞിരിക്കുകയാണ്. ശിവൻകുട്ടി സാറിന്റെ പ്രസ്ഥാനക്കാർക്ക് കേരളം ഭരിക്കാൻ ഒരു യോഗ്യതയുമില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഭാരതത്തിന്റെ പ്രധാനപ്പെട്ട സന്യാസി പരമ്പരയായിട്ടുള്ള അഘോരി എന്ന വാക്ക് പറയാനായിട്ട് കയ്യിൽ എഴുതി വെച്ച് നോക്കി പറയേണ്ടി വരുന്നത്. അത്ര പോലും പൈതൃകത്തെക്കുറിച്ച് ബോധമില്ലാത്തവരാണോ സാറേ കേരളം ഭരിക്കേണ്ടത്? ഇനി മറ്റൊരു കാര്യം, സാറിന്റെ പേരെന്താണ്? ശിവൻകുട്ടി. സാറിന്റെ പത്നിയുടെ പേര് പാർവതി എന്നാണ് എന്റെ അറിവ്. ഈ രണ്ട് പേരും ആരുടെയാണെന്നറിയാമോ? സാറിപ്പോ പറഞ്ഞ അഘോരികൾ ആരാധിക്കുന്ന ആദ്യത്തെ അഘോരിയായിട്ടുള്ള സാക്ഷാൽ പരമശിവന്റെ പേരും അദ്ദേഹത്തിന്റെ പത്നിയുടെ പേരുമാണ്. സാറിന്റെ പ്രസ്ഥാനക്കാർക്ക് ഈ ഭാരതത്തിന്റെ പൈതൃകത്തിൽപ്പെടാത്ത ഒരു പേര് പോലും സ്വന്തമായിട്ടില്ല. എന്നിട്ട് എന്തിനാ സാറേ ഇങ്ങനെ സ്വയം വിഡ്ഢിയാകുന്നത്? അഘോരി എന്ന വാക്കിന്റെ അർത്ഥം ആരെയും ഭയക്കാത്തവർ, ഭയമില്ലാത്ത അവസ്ഥയിലെത്തിയവർ. ഒരു മനുഷ്യന് എത്താവുന്ന ഏറ്റവും ആത്മീയമായ ഉയർന്ന തലമാണ് ഭയമില്ലാത്തവരായിരിക്കുക എന്നത്. ഈ അഘോരികൾ സാറിന്റെ വീട്ടിലെങ്ങാനും എത്തിയാൽ സാറിന്റെ പത്നി അടക്കം പോയി കാലിൽ വീണ് നമസ്കരിക്കും. കാരണം ഭാരതത്തിലുള്ള എല്ലാവർക്കും അറിയാം ഈ ഭാരതം നിർമ്മിച്ചത് ഋഷിമാരാണ് എന്നുള്ളത്. ആർഷഭാരതം എന്ന് പറയുന്നത് ഋഷിമാരാൽ നിർമ്മിക്കപ്പെട്ട സംസ്കാരം ഉള്ളതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ശിവൻകുട്ടി സാറിന്റെ ശരീരഭാഷ അഥവാ ബോഡി ലാംഗ്വേജ് കണ്ടിട്ട് അഘോരികളെ പേടി സ്കൂൾ കുട്ടികൾക്കൊന്നും അല്ല, സാറിന് തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു ഊഹം. കാരണം ആകപ്പാടെ ഒരു വിറയലും പരിഭ്രമവും ഒക്കെ ഉണ്ട്. എന്തൊക്കെയായാലും സാറ് ഭാരതത്തിൽ ജനിച്ച ആളാണല്ലോ. അപ്പോൾ ഈ അഘോരികളെ കുറിച്ച് കുറച്ചൊക്കെ സാറിന് അറിയാം അല്ലേ? ഈ അഘോരികൾ അത്ര ചെറിയ ആൾക്കാരൊന്നും അല്ല. ഇവർക്ക് സൂര്യപ്രകാശവും വെള്ളവും കൊണ്ട് മാത്രം അവരുദ്ദേശിക്കുന്ന കാലം വരെ ജീവിക്കാൻ സാധിക്കും എന്നാണ്. മാത്രമല്ല യോഗസാധനയിലെ അത്യപൂർവമായിട്ടുള്ള കേജരി വിദ്യയടക്കം വശമുള്ളവരാണ്. സ്വയം ജീവൻ അവസാനിപ്പിക്കാനും മറ്റുള്ളവരുടെ ജീവൻ വരെ ഒരു നോട്ടത്തിൽ പോലും ഹനിക്കാൻ കഴിവുള്ളവരാണ്. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കേസെടുക്കാൻ പോലും നമ്മുടെ ഭാരതത്തിൽ ഈ വക വകുപ്പുകൾക്കൊന്നും വകുപ്പില്ല. പിന്നെ ശിവൻകുട്ടി സാറേ, ഈ അഘോരികൾക്ക് രാത്രി ഉറക്കമില്ല. കഠിനമായിട്ടുള്ള മന്ത്രസാധനയാണ് രാത്രി പണി. അതും ഭാരതത്തിന്റെ ശത്രുക്കൾക്ക് പണി കൊടുക്കാനുള്ള മന്ത്രങ്ങളാണ് എല്ലാം ഉരുവിടുന്നത്. പിന്നെ പ്രാചീന ഗ്രന്ഥങ്ങളും നവീന ശാസ്ത്രങ്ങളും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കും ഇവര് രാത്രി. പ്രഭാതവന്ദനം കഴിഞ്ഞാൽ ഉച്ചവരെ കിടന്നുറങ്ങും. ബാക്കി സമയം മുഴുവനും ഭാരതത്തിനെതിരെ പ്രവർത്തിക്കുന്നവരെ നോട്ടമിട്ട് അവരെ നോട്ടം കൊണ്ട് തന്നെ മന്ത്രസിദ്ധിയിലൂടെ നശിപ്പിക്കുന്ന വലിയ ശക്തികളാണ് ഈ അഘോരികൾ. പിന്നെ ശിവൻകുട്ടി സാറേ, ഈ അഘോരികൾ ഭാരതത്തിൽ മാത്രമല്ല, ഇവര് രഹസ്യമായിട്ട് ടിബറ്റ്, മംഗോളിയ അടക്കം സന്ദർശിക്കാറുണ്ട്. അവിടെയൊക്കെയുള്ള ആശ്രമങ്ങളിലെല്ലാം ഇവരുണ്ട്. ഇവര് ഇങ്ങനെ ആകാശത്തുനിന്ന് സൂര്യകിരണങ്ങളെ ആവാഹിച്ച് അഗ്നികുണ്ഡം ജ്വലിപ്പിച്ച് അതിൽ മനസ്സുകൊണ്ട് ഭാരതത്തിന്റെ ശത്രുക്കൾക്കെല്ലാം പണി കൊടുക്കാറുണ്ട്. അത് മാത്രമല്ല, നടന്നു പോകുന്ന വ്യക്തികളുടെ വസ്ത്രം കത്തിപ്പിടിക്കുക, അതുപോലെ രക്തധമനികൾ പൊട്ടിപ്പോവുക, ചിലപ്പോൾ ഘടികാരം സ്തംഭിപ്പിക്കുക, ഒരാളെ നോട്ടത്തിലൂടെ തന്നെ തളർത്തിക്കിടത്തുക, ഇങ്ങനെയുള്ള എല്ലാ പണികളും ഇവർക്കറിയാം. പക്ഷെ ഇവരിതൊക്കെ ചെയ്യുന്നത് ഭാരതത്തിനെതിരെ പ്രവർത്തിക്കുന്നവരോട് മാത്രമാണ്. അതുകൊണ്ട് ശിവൻകുട്ടി സാറ് ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. ശിവൻകുട്ടി സാറേ, ഈ അഘോരികൾക്ക് ഇത്രയൊക്കെ ശക്തിയുള്ളത് ഏകാഗ്രമായ മനസ്സിന്റെ അപാരമായിട്ടുള്ള മന്ത്രസിദ്ധികളുടെ ഫലം കൊണ്ടാണ്. കുണ്ടലിനി ശക്തി ഉണർത്തിയവരാണ് ഇവരൊക്കെ. പരകായ പ്രവേശമടക്കം ഇവർക്ക് വശമുണ്ട്. അത് മാത്രമല്ല, ആത്മാക്കളോട് സംസാരിക്കാറുണ്ട്. സാറൊന്ന് സൂക്ഷിക്കണം കേട്ടോ. ഈ പരേതരൊക്കെ വന്ന് വോട്ട് ചെയ്യുന്ന ഒരു പ്രശ്നം നമ്മുടെ പ്രസ്ഥാനത്തിലുണ്ടല്ലോ, അവരെയൊക്കെ ചിലപ്പോൾ വിളിച്ചു വരുത്തി സത്യം പറയിപ്പിക്കാനും സാധ്യതയുണ്ട്. പിന്നെ ശിവൻകുട്ടി സാറേ, ഈ ഭൂമിയിൽ നല്ലവർ മാത്രമല്ലല്ലോ,
ദേവന്മാരും അസുരന്മാരുമുണ്ട്, നന്മയും തിന്മയുമുണ്ട്. ഭാരതത്തിൽ ഇരുന്നുകൊണ്ട് ഭാരതത്തിനെതിരെ പ്രവർത്തിക്കുന്ന ദുഷ്ടശക്തികളുമുണ്ട്. അവരെയെല്ലാം കൈകാര്യം ചെയ്യാൻ അഥർവവേദം വരെ വശത്താക്കിയവരാണ് ഈ അഘോരികൾ. ഇവരുടെ ഗുരുപരമ്പരയിൽപ്പെട്ടതാണ് സുമന്തുമുനിയും അതുപോലെ നമ്മുടെ ശ്രീരാമകൃഷ്ണ പരമഹംസർക്ക് യോഗമാർഗമൊക്കെ ഉപദേശിച്ച ഭൈരവി ബ്രാഹ്മണിയൊക്കെ. ഇവരൊരിടത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ദുഷ്ടശക്തികൾ ഉണ്ടെന്നാണ് അതിനർത്ഥം. അവരെ ഇവർ കൈകാര്യം ചെയ്തിരിക്കും. അതിപ്പോൾ എനിക്ക് തോന്നുന്നു 2026 ഇലക്ഷനോട് അടുപ്പിച്ചായിരിക്കും മിക്കവാറും അതൊക്കെ ഉണ്ടാവുക. പിന്നെ ശിവൻകുട്ടി സാറിന് അറിയാത്തൊരു കാര്യം കൂടി പറയാം. ഈ 5 നേരം പ്രാർത്ഥന എന്നുള്ളത് ആദ്യം നടപ്പിലാക്കിയത് ഈ അഘോരിമാരാണ്. ബ്രാഹ്മമുഹൂർത്തം, പ്രഭാതം, മധ്യാഹ്നം, അസ്തമനം, അർദ്ധരാത്രി. അത് മറ്റാരുടെയും കുത്തകയല്ല, അതും അഘോരികളുടെയാണ്. അപ്പോൾ ഒരു കാരണവശാലും ഇവർ ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ വേദിയിൽ കയറാൻ വേണ്ടി വോട്ട് പിടിക്കാൻ പോയത് തെറ്റാണ്. അത് മതം തെരഞ്ഞെടുപ്പിൽ ഇടപെട്ടിരിക്കുകയാണ്. അത് നമ്മുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്, തെരഞ്ഞെടുപ്പ് തത്വങ്ങൾക്ക് എതിരാണ്. അതും ഒരു തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിച്ചതിനെതിരായിട്ടുള്ള കേസ് കൊടുക്കേണ്ടതാണ്. എന്ന് മാത്രമല്ല ഇതിലൊരു വർഗീയ സംഘർഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി കൂടിയാണ്. പിന്നെ ശിവൻകുട്ടി സാറേ, മതം രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പാടില്ല എന്ന് പറയുന്ന സാറിന്റെ പ്രസ്ഥാനക്കാര് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മത നേതാക്കളുടെ തിണ്ണ നിരങ്ങുന്നത് ഞങ്ങളൊക്കെ കാണുന്നതല്ലേ. പിന്നെ സാറൊന്നും ഇല്ലെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ ഒരു മന്ത്രിയല്ലേ. സാറിനറിയില്ലേ ഭാരതീയർക്ക് എല്ലാ സംസ്ഥാനത്തും സഞ്ചരിക്കാൻ അനുവാദമുണ്ടെന്ന്? പിന്നെ അഘോരികൾക്ക് മാത്രം എന്താണ് ഇത്ര പ്രത്യേകത? പിന്നെ അന്യ സംസ്ഥാനത്ത് നിന്ന് BJP-ക്കാര് അവരുടെ വേണ്ടപ്പെട്ടവരെ കൊണ്ടുവരുന്നു എന്നൊക്കെ പറയുമ്പോൾ, സാറിന് അന്യ സംസ്ഥാനത്ത് നിന്ന് ആരെയും കൊണ്ടുവരാൻ പറ്റില്ലല്ലോ അല്ലേ? ത്രിപുരയും ബംഗാളും ഒക്കെ പണ്ടേ പൂട്ടി കിട്ടിയല്ലേ. അതാണ് സാറിന് ഇത്രയും വിഷമം. സോറി ഉണ്ട് കേട്ടോ. അപ്പൊ ശരി, നന്ദി, നമസ്കാരം, വന്ദേ മാതരം.